ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ. ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശവുമായി നാളെ തിരുവോണം. DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറാൻ അനുമതി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. കേരളീയ പാരമ്പര്യവും സംസ്കൃതിയും മാത്രമല്ല, സമത്വവും സമൃദ്ധിയും നിറയുന്ന സാമൂഹിക വ്യവസ്ഥയും ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു റിപ്പോർട്ട്. ലോകമെമ്പാടുമുള്ള മലയാളികളെ സദാ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന മഹാനന്മയുടെ പ്രതീകമായി നാളെ തിരുവോണമെത്തുന്നു. സമത്വം, ഒരുമ, സമഭാവന തുടങ്ങിയ ആശയങ്ങളുടെ സാക്ഷാത്കാരം കൂടിയാണ് ഓണം. പൂക്കളവും ഊഞ്ഞാലും കുടുംബ സംഗമവും സദ്യയും ഒക്കെയായി മലയാളിക്ക് ആഘോഷത്തിന്റെ അന്തരീക്ഷമാണിനി. മലയാളികളുള്ള ഇടങ്ങളിലെല്ലാം സ്നേഹ സൗരഭമായി നിറയുകയാണ് ഓണം. അനാദിയായ കാലപ്രവാഹത്തിലും കെടാതെ നിൽക്കുന്നു ഓണത്തിന്റെ സ്വത്വവും സന്ദേശവും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. എല്ലാ മലയാളികൾക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. രാജ്യത്തിനകത്ത് ഉൽപാദനം നടത്തുന്നതിനായി DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറുന്നതിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക, ഇറക്കുമതി കുറയ്ക്കുക തുടങ്ങിയവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര വ്യവസായങ്ങളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സാങ്കേതിക വിദ്യ കൈമാറ്റം ഒരു പ്രധാന നാഴികക്കല്ലാകുമെന്നാണ് കണക്കാക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. 3488 കിലോമീറ്റർ അതിർത്തി തർക്കം പരിഹരിക്കാൻ 2003 രൂപീകരിച്ച പ്രത്യേക പ്രതിനിധിതല സംവിധാനത്തിന്റെ ഭാഗമായാണ് ചർച്ചകൾ. ചർച്ചയ്ക്ക് മുന്നോടിയായി അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ റെങ്ങുമായും സംസാരിച്ചു. അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കാനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും നീണ്ടകാല കാഴ്ചപ്പാടോടെ ഇരു രാജ്യങ്ങളും സഹകരിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ദീർഘകാല നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുമായി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ജപ്പാനിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിലെ എക്സിക്യൂട്ടീവുകളുമായി ചർച്ച നടത്തി. സെമി കണ്ടക്ടറുകൾ, നിർമ്മിത ബുദ്ധി, ഡേറ്റാ സെന്ററുകൾ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ജാപ്പനീസ് സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ ഗണ്യമായ അവസരങ്ങളുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ വൈസ് ചാൻസലർമാരുടെയും ICAR ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഡയറക്ടർമാരുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക പരിപാടികളിൽ യുവ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ ശ്രീ ചൌഹാൻ കാർഷിക വിദ്യാഭ്യാസം കൃഷിയിടങ്ങളിൽ നടക്കേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടു. ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI സേവനം 10 വർഷം പൂർത്തിയാക്കി. 2016 ഓഗസ്റ്റ് 25-നാണ് രാജ്യത്ത് UPI സേവനങ്ങൾക്ക് തുടക്കമായത്. തുടക്കത്തിൽ 1.78 കോടിയായിരുന്ന വാർഷിക ഇടപാടുകൾ 2025-26 സാമ്പത്തിക വർഷത്തിൽ 24,162 കോടിയായി ഉയർന്ന് ചരിത്ര നേട്ടം കൈവരിച്ചതായി കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി. ലോകത്താകമാനം നടക്കുന്ന തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% ഇന്ത്യയിലാണ് നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.
ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യബണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. ഇന്ത്യയ്ക്കായി ബൌളിംഗിൽ തിളങ്ങിയ മാനവ് സുതാറും പ്രസിദ്ധ് കൃഷ്ണയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ആഗോള നിലവാരമുള്ള എയർ കാർഗോ ഹബ്ബുകൾ സ്ഥാപിക്കാൻ ഡൽഹിയിൽ ഫെഡ്എക്സും GMRഉം കരാറിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു. Cargo operations have been consistently increasing over the last few years, almost 40% increase in the volumes we are seeing. So there is a great potential, and we have seen a good revolution happening in all the networks. And similarly in aviation, we want to create global standard air cargo facilities across the country. And our vision is also to create cargo hubs. ഓഗസ്റ്റ് 4-ന് ഫൂക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം പെട്ടെന്ന് 300 അടി താഴ്ന്ന സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും പ്രാഥമിക റിപ്പോർട്ട് ഉടനെ വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. OBC ക്രീമിലെയർ മാനദണ്ഡം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ ഹർജി പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. 2025-ലെ സിവിൽ സർവീസ് പരീക്ഷാർത്ഥികൾക്ക് മാർച്ച് 11-ലെ മുൻവിധി ബാധകമാക്കുന്നതിൽ വ്യക്തത തേടിയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ സമീപിച്ചത്. വാണിജ്യ കപ്പൽ ഗതാഗതത്തിനും സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ഇത്തരം ആക്രമണങ്ങൾ പ്രധാന ആഗോള വ്യാപാര പാതകൾക്ക് ഭീഷണിയാണ്. കരിങ്കടൽ, ഹോർമുസ് കടലിടുക്ക്, ചെങ്കടൽ എന്നിവിടങ്ങളിലെ ഷിപ്പിംഗ്, നാവികരുടെ സംരക്ഷണം എന്നിവയ്ക്കൊപ്പം അന്താരാഷ്ട്ര നിയമത്തെയും സമുദ്ര നിയമത്തെയും എല്ലാ കക്ഷികളും ബഹുമാനിക്കണമെന്നും ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. പൌരത്വ ഭേദഗതി നിയമപ്രകാരം അപേക്ഷകളിൽ ഹിയറിംഗ് നടത്താനും യോഗ്യരായവർക്ക് പൌരത്വ സർട്ടിഫിക്കറ്റ് നൽകാനും കേന്ദ്ര സർക്കാർ പശ്ചിമബംഗാളിന് അനുമതി നൽകി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഗസറ്റ് വിജ്ഞാപനം ഉദ്ധരിച്ച് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ലഭിച്ച 2.3 ലക്ഷം അപേക്ഷകളിൽ 23,000 പേർക്ക് ഇതുവരെ പൌരത്വം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ 54 വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി 5 സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിലെ 5 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ഹാക്കിംഗുമായി ബന്ധപ്പെട്ട രേഖകളും നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന മൂല്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1.78 ലക്ഷം കോടി രൂപയെന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയതായി പ്രതിരോധ ഉൽപാദന സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചു. 2013-14 ഇത് 43,000 കോടി രൂപ മാത്രമായിരുന്നു. ന്യൂഡൽഹിയിൽ നടന്ന എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് മാനുഫാക്ചറിംഗ് ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ടെലികോം രംഗം ചരിത്രപരമായ മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും വിശ്വാസ്യതയും സുരക്ഷയുമുള്ള നെറ്റ്വർക്കുകൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് CDOTന്റെ 43ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നിർമ്മിത ബുദ്ധി, സൈബർ സുരക്ഷ, ദുരന്ത പ്രതിരോധ വിനിമയ ശൃംഖലകൾ എന്നിവയിൽ CDOT മുന്നേറ്റം നടത്തുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ലഖ്നൌവിൽ 500ഓളം BLOമാരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 97 കോടി വോട്ടർമാരുള്ള ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിനായി 1.5 കോടി ജീവനക്കാരെ അണിനിരത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ ലോകത്തെ ഏറ്റവും വലിയ സംവിധാനമാണെന്നും കമ്മീഷന്റെ നടപടികൾ പൂർണ്ണമായും സുതാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിഷേഴ്സിന്റെ 2026-ലെ പുസ്തക പ്രസിദ്ധീകരണ മികവിനുള്ള 7 പുരസ്കാരങ്ങൾ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ നേടി. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലെ പ്രസിദ്ധീകരണങ്ങൾക്കാണ് അംഗീകാരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ. ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശവുമായി നാളെ തിരുവോണം. DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറാൻ അനുമതി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.